നോക്കൂ, ഞാനൊരു വലിയൊരു യൂട്യൂബർ ഒന്നുമല്ല. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് എൻ്റെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻസ്, ഞാൻ എൻ്റെ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് ആൾക്കാർ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് സഹായകരമായ കാര്യങ്ങൾ എത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില അറിവുകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു 3, 4, 5 അല്ലെങ്കിൽ 10, 100 പേര് കാണുകയാണെങ്കിൽ അതിൽ സന്തോഷം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ എന്താ പറയുക, വലിയൊരു റീച്ച് ഒന്നും എൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെ കിട്ടിയില്ല. വളരെയധികം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. എന്നിട്ടും ഞാൻ ഹാപ്പിയാണ്. കാരണം എൻ്റെ തൃപ്തി എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, എൻ്റെ പലരും അഭിപ്രായം പറഞ്ഞു, ചിലർ ചീത്ത പറയുന്നുണ്ട്, ചിലർ അനുകൂലിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എൻ്റെ അഭിപ്രായം കുറെ ആൾക്കാരുമായി പങ്കുവെക്കാൻ പറ്റുന്നതിൽ, അല്ലെങ്കിൽ അതിലൂടെ കുറച്ചു പേർക്ക് സഹായകമാകുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റീച്ച് അതൊന്നും ഇല്ല എന്നുള്ളത് കാര്യം. അപ്പോൾ റീച്ച് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഭയങ്കര ഭ്രാന്തമായതിന്റെ പുറകെ പോകുന്നതാണ്. അപ്പൊ അതുപോലത്തെ ഒരു ഭ്രാന്താണ് ഇന്ന് വൈകുന്നേരം സംഭവിച്ച ഈ ഒരു വളരെ നിരാശാജനകമായ ഒരു സംഭവത്തിന്റെ മൂല കാരണം. അപ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കും വേണമെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാം, അല്ലേ? ശരിയല്ലേ? എനിക്കും വേണമെങ്കിൽ ഇന്നിപ്പോ ആ പെണ്ണ് ചെയ്ത പോലെ എനിക്കും വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഇതുപോലെയല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു തന്നെ ഡീഫെയിം ചെയ്തുകൊണ്ട് അവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വയം ലാഭം മാത്രം നോക്കി മറ്റുള്ളവൻ എന്ത് സംഭവിക്കുന്നോ എന്ന് മനസ്സിലാക്കാതെ റീച്ച് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഒരുത്തന്റെ പല രീതികളുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്, പല ഐഡിയകളുണ്ട്, അല്ലേ? അപ്പോ ഞാൻ അതിൽ താല്പര്യപ്പെടുന്നില്ല. കാരണം അതുപോലെ ചെറ്റത്തരം ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ റീച്ച് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 10 ആളോ 5 ആളോ 100 ആളോ അതിൽ കൂടുതൽ ആൾക്കാരെ കണ്ടാൽ സന്തോഷം, അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഞാൻ ഇതാക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്നില്ല. അഥവാ അങ്ങനെ ആയാൽ സന്തോഷം ഞാൻ സ്വീകരിക്കും, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതുപോലത്തെ ചെറ്റ പരിപാടി കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വ്യൂവേഴ്സിനോ അല്ലെങ്കിൽ റീച്ചോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പുതിയൊരു വീഡിയോ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സ്ത്രീ ബസ്സിൽ കയറി, അതായത് പബ്ലിക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരുപാട് ആൾക്കാർ കയറുന്നൊരു ബസ്സാണ്. നല്ല തിരക്കുണ്ട്, സാമാന്യം തിരക്കുള്ള ഈ ബസ്സിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ട വീഡിയോ, ശരിക്കും പറഞ്ഞാൽ വീഡിയോന്റെ കുറച്ച് ഇത് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ. എനിക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓൾറെഡി അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. ഈ സ്ത്രീ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നു. അതിന്റെ ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഇതിന്റെ അകത്തോടെ വീഡിയോ കണ്ടിരുന്നൊന്നും കിട്ടാൻ, കാരണം നിങ്ങളൊക്കെ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേസ്, ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ വ്യക്തി ഒരു ബസ് കയറുന്നു, പിന്നെ മൊബൈൽ എടുക്കുന്നു, അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുന്നു, വളരെ പ്രിപ്പയർഡ് ആയിട്ട് ഇന്ന് ഒരു തന്നെ ഞാൻ ശരിയാക്കും, ഇതിലൂടെ ഞാനൊന്ന് റീച്ച് കണ്ടെത്തും എന്ന്. ഇതുപോലെ തന്നെ ഇത്രയും ഹാർഷായിട്ട് പറയാൻ തന്നെയാണ് എൻ്റെ. കാരണം ഞാനൊരു സ്ത്രീ വിരുദ്ധനോ, അല്ലെങ്കിൽ ഞാൻ സ്ത്രീകൾക്കെതിരെയോ, അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന, ആണുകളിൽ നിന്ന് നേരിടുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. കാരണം എനിക്കും ഒരു മകളാണ്. അപ്പോൾ അതിന്റെ ഒരു കൺസേൺസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷേ ഇന്ന് സംഭവിച്ചൊരു കാര്യം ഒരു കാരണവശാലും ഭാവിയിൽ സംഭവിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനും ഒരാളാണ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ എന്താ പറയാ കുടുംബക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ അപൂർവം ചില സമയങ്ങളിൽ ഞാനും ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. കാരണം ഞാൻ മാക്സിമം സ്വന്തം വണ്ടി എടുത്താണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് ഒക്കെ കാണുമ്പോൾ അതാണ് സേഫ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പോൾ എനിക്കും ഇത് നാളെ സംഭവിക്കാം, ഇല്ലേ? ഞാൻ ചിലപ്പോൾ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്താക്കി ഒരാളിങ്ങനെ മൊബൈലൊക്കെ എടുത്ത് ഇന്നൊരുത്തനെ ഞാൻ ഇത് ശരിയാക്കിയിട്ട് ഞാൻ റീച്ച് ഉണ്ടാക്കും എന്നുള്ള ഗൂഢലക്ഷ്യവുമായി, അല്ലെങ്കിൽ ഒരു ദൃഢനിശ്ചയവുമായി ബസ് കയറുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് കയറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്ക് സംഭവിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ ആ ഒരു രോഷം, എൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു സങ്കടം, അതുപോലെ നമുക്കറിയാം ആ ഒരു വ്യക്തി ഒന്നും ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ ആ വ്യക്തി മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഒരാൾ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു കാരണവശാൽ ആത്മഹത്യ ചെയ്യാൻ മെനക്കെടുകയില്ല. കാരണം ആൾക്കാരെ എന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. കാരണം കേരളത്തിൽ നമ്മുടെ പല സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തുള്ള വീഡിയോകൾ പലരും ഈ പെണ്ണ് അല്ലെങ്കിലും പല വേറെ പെണ്ണുങ്ങൾ ഇട്ടിട്ടുണ്ട്, ഇല്ലേ? അതിലൊക്കെ കുറച്ച് കഴമ്പിട്ടതാണ്. ഇപ്പൊ പറയാം സവാദ്, അതുപോലെ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാര്യമുണ്ട്. ഓക്കെ, സവാദിനൊക്കെ വേണ്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടും മെൻസ് അസോസിയേഷനൊക്കെ ചാടി വീണ് ഞങ്ങൾ ഇവരെ രക്ഷിച്ചിരിക്കുമെന്നും ചാടി വീണ് പറഞ്ഞെങ്കിലും
ആ ഒരു ഊർജ്ജമൊക്കെ ഞാൻ ഈ കേസിലും ഞാൻ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള മെൻസ് അസോസിയേഷൻ രാഹുൽ ഈശ്വർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായിട്ട് കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വേണ്ടിയിട്ടാണ് ചാടി മറിഞ്ഞ്, അതുപോലെ തന്നെ പിന്നെ പുരുഷന്റെ എന്താ പറയുക അഭിമാനത്തിന് വേണ്ടി പോരാടേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായ പോലത്തെ ഒരു വൃത്തികെട്ട വളരെ നിരാശാജനകമായ ഒരു സംഭവം ഇനി കേരളത്തിൽ നിന്നല്ല, എൻ്റെ ആഗ്രഹം ലോകത്തിൽ എവിടെ ആവർത്തിച്ചുകൂടാ. കാരണം പെണ്ണുങ്ങൾക്ക് എവിടെ വേണേലും കയറി ചെന്നിട്ട് എന്ത് കാര്യം വേണേലും ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവരുടെ ലാഭങ്ങൾക്ക് വേണ്ടി ഇത് മാറ്റിയെടുക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോ നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാ ആണുങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം ഇതുകൊണ്ടൊന്നും തീരൂല. കാരണം ജെന്യൂൻ ആയിട്ടുള്ള റീസൺ കിട്ടിയില്ലെങ്കിൽ അത് അതിലേക്ക് ആക്കിയെടുക്കാനൊക്കെ പലർക്കും കഴിവുണ്ട്, അതിന് അവർ ശ്രമിച്ചെന്നും വരാം. അപ്പോൾ ജാഗ്രതയോടുകൂടി വേണം ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യാൻ. എനിക്ക് കൂടുതൽ ഇതിൽ സംസാരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ കണ്ടു, തുടക്കം മുതൽ ആ സ്ത്രീ ഇട്ട വീഡിയോ ഞാൻ കണ്ടു. ആ സ്ത്രീ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ആ വീഡിയോ ഒക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല, അവരുടെ പ്രൊഫൈലിന് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരു സംഭവം പൊന്തി വരുമ്പോഴത്തേക്ക് അവരൊരു വീഡിയോ കൂടി ഇട്ടിരുന്നു. അതായത് എനിക്കെതിരെ പറയുന്ന ആൾക്കാരെല്ലാം പുരുഷ എന്താ പറയാ മേധാവിത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആ രീതിയിലുള്ളതാണ്. ഞാനിപ്പോഴും എനിക്കുണ്ടായ എന്താ പറയാ ദുരവസ്ഥ എനിക്ക് മാത്രമാണ് ഉണ്ടായത്, ഞാനാണ് അത് അനുഭവിച്ചതെന്നൊക്കെ പറഞ്ഞതാക്കുന്നത്. അവരോടൊക്കെ ഈ സ്ത്രീയോട് എനിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന വൃത്തികെട്ടവന്മാരോടും വൃത്തികെട്ടവളുമാരോടും എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം നിങ്ങൾ ഒരു കാരണവശാലും ഏതൊരു വ്യക്തിയും ഈ ഒരു സ്ത്രീയെ അനുകൂലിക്കാൻ പാടില്ല. കാരണം ആ ബസ്സിലുള്ള വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ തിരക്കുള്ള ഒരു ബസ്സാണ്. ഇനീഷ്യലി അയാളൊന്നും കാണിക്കുന്നൊന്നുമില്ല, ഇവരൊരു വീഡിയോ എടുക്കുന്നു, ഇവരെന്തോ ഇയാളെ കുട്ടുക്കാൻ തന്നെ ഉറപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ശ്രമമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഞാനിതേവരെ ഒരു പെണ്ണുങ്ങളും കണ്ടിട്ടില്ല ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് ആൾക്ക് ഈ അവരെ ഫേസ് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാർ ഇതിലൂടെ ആൾക്കാർ, ഞാനത് കണ്ട ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നത്. എപ്പോഴും സ്ത്രീകൾ ഇങ്ങനെയാണ് നിൽക്കുക, ഈ ഭാഗത്ത് ഈ ചരിഞ്ഞിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇവൾക്കും അത് ചെയ്യാനാണ്, പക്ഷെ ഇവൾ അത് ചെയ്തില്ല. ഇവൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ വിഷ്വൽസിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഷീ വാണ്ടഡ് സംതിങ്, ഷീ വാണ്ടഡ് ടു യൂസ് സം വിഷ്വൽസ് ഇഫ് ഷീ ഈസ് ഗെറ്റിംഗ് ഫ്രം ദെയർ. ഓക്കെ, അത് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ അത് വളരെ വിദഗ്ധമായിട്ടൊന്നും പറയാൻ പറ്റൂല, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി മറ്റൊരുത്തനെ നശിപ്പിച്ചുകൊണ്ടാണെങ്കിലും ഉപയോഗിക്കാൻ റെഡി ആയിരുന്ന ഒരു രീതിയിലാണ് അവളുടെ ആ നിപ്പ്. കാരണം എനിക്ക് അധിക്ഷേപിക്കാനൊന്നും തരും, ശരിക്കും അധിക്ഷേപിക്കേണ്ട കാര്യം അവളവിടെ ചെയ്തിട്ടുണ്ട്, കാരണം ഒരു കാരണവശാൽ അങ്ങനെ നിൽക്കാൻ പാടില്ല. ഒരാൾ ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു സ്ത്രീ അങ്ങനെ നിൽക്കേണ്ട അത് അവളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണം നിൽക്കാം. പക്ഷെ ഇങ്ങനെ നിന്നുകൊണ്ട് ബസ്സിന്റെ, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ ബസ്സിന്റെ സ്ഥിതിഗതികളൊക്കെ 3-2 അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ കയ്യും വീശി അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നു പോകാനുള്ള സ്ഥലമൊന്നും ഉണ്ടല്ലോ. ഒന്നുകിൽ ചരിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത്, ആ തിരക്കിൽ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കും. ഇയാളുടെ കയ്യിൽ ഒരു ബാഗും കൂടെ ഉണ്ട്, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഈ കയ്യിലുള്ള ബാഗ് നിങ്ങൾക്കറിയാം, ഈ വലത്തെ കൈയിന്റെ ഈ ഭാഗമാണ് ഇങ്ങോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആവുന്നതായിട്ട് നമുക്ക് ലാസ്റ്റ് പോർഷനിലേക്ക് കാണുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, നിങ്ങളൊരു ബാഗ് എടുക്കുക, ബസ്സിലെ സിറ്റുവേഷൻ പോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങളൊരു ബാഗ് എടുക്കുക, അതുപോലത്തെ ഒരു ബാഗ് നിങ്ങൾ 2 കൈ കൊണ്ട് പിടിക്കുക, അല്ലെങ്കിൽ ഒറ്റ കൈ കൊണ്ട് പിടിക്കുക. ഈ കൈനെ ഉപയോഗിച്ചോളൂ. നിങ്ങൾ കൈ പൊന്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ എന്താ പറയാ ജിമ്മിൽ നമ്മൾ എന്താ പറയാ ഫോറാംസിന് എക്സസൈസ് ചെയ്യുന്നതിനോടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫോറാംസിന് എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, അതങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബസ്സിലൊരു ഈ വ്യക്തി എന്ന് പറയുന്നത് ആ ബാഗ് ഇങ്ങനെ പിടിച്ച് പൊന്തിക്കുന്നില്ല. അത് ഈ ലോകത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ യാത്ര ചെയ്തിട്ട് ബസ്സിൽ യാത്ര ഏതൊരു വ്യക്തി ഇറങ്ങാൻ പോകുന്ന സമയത്ത് ബാഗ് ഇങ്ങനെ പൊന്തിക്കും, ഇങ്ങനെ പൊന്തിച്ചും താത്തിയും അത് അറിയാതെ വന്നു പോകുന്ന ഒരു സംഭവം തന്നെയാണ്. ഇയാളത് സംഭവിക്കുമ്പോൾ, ഈ ഒരു ടച്ച് വരുമ്പോൾ, ആ ഒരു സ്പർശനം വരുമ്പോൾ അയാൾ അവിടേക്ക് നോക്കുന്നവരെ ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നോക്കിയിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ പിന്നെ അതൊന്നുമല്ല. അയാളെ തൊട്ട് പെട്ടെന്ന് തന്നെ അയാൾക്ക് ഒന്ന് നാണം വന്നതായിട്ടാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അയാൾ പിന്നെ ഇത് പൊക്കുകയാണ്. ഓക്കെ, ഈ ബാഗ് ഇങ്ങനെ പൊക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ കൈ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിച്ച് പൊക്കണം. അതൊന്നും ആരും ചെയ്യൂ.
നിങ്ങളൊന്നിനെ പൊക്കിയോ, നിങ്ങളിങ്ങനെ പൊക്കുമ്പോൾ കൈ ഉറപ്പായിട്ടും ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചൊന്നും പൊക്കൂല, ശരിക്ക് കൈ ഇങ്ങോട്ട് പോകും. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇക്കൈ ആണെങ്കിലും പോകും, ഇക്കൈ ആണെങ്കിലും പോകും. അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പോകും. അപ്പൊ അത് ആ ഒരു സംഭവം മുന്നിൽ കണ്ടിട്ട് ഇവരിതിങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ആ കോണ്ടാക്ട് കിട്ടി ആൻഡ് ഷീ യൂസ്ഡ് ഇറ്റ്. അപ്പോ ആരെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഫൂളാക്കാൻ നോക്കുന്നത്? നിങ്ങൾ ഇതുപോലൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതം വച്ചിട്ടാണ് ഈ സ്ത്രീ ഇന്ന് കാണിച്ചത്. ഇതിനൊക്കെ തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലാൻ ഇട്ട് നിൽക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ടാവും. പലർക്കും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് വിചാരിച്ച് ബസ്സിൽ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഒറ്റ വ്യക്തിയല്ല. ഇവര് കുറച്ചു മുൻപ് വരെ അവളുടെ പ്രൊഫൈൽ ഡിജിറ്റൽ ക്രിയേറ്റർ പബ്ലിക്കലി അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിൽ കയറാമായിരുന്നു. ഇപ്പൊ അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത് ലോക്ക് ചെയ്തിരിക്കുന്നത്? വേറൊരു വീഡിയോ അത് കുറച്ച് മുന്നേ ഇട്ടിട്ടാണ് അതിനെ ന്യായീകരിച്ച, ബസ്സിലുള്ള വിഷ്വൽസിനെ ന്യായീകരിച്ചുകൊണ്ട്, എന്റെ ദുരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കുന്നു. ആ വീഡിയോ ഇട്ട് അത് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്, ആ വീഡിയോയും കൂടി കണ്ടിട്ടുണ്ട്. ഇപ്പൊ നോക്കുന്ന സമയത്ത് ആ പ്രൊഫൈലെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ കണ്ടു വേറെ കുറെ സൈബർ ഹാൻഡിലുകൾ ഇത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ശരിയായ വിഷ്വൽസ് നിന്ന് പലതും കട്ട് ചെയ്തുകൊണ്ട് ആ വ്യക്തിനെ പിന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ വ്യക്തി മരിച്ചു, ആ വ്യക്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇതുപോലൊരു തോന്നിവാസം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്, അയാൾ ആത്മഹത്യ ചെയ്യില്ല. കാരണം അയാൾക്കറിയാം ഇത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാൾ ആത്മഹത്യ ചെയ്യില്ല. അയാൾക്ക് അത്രയധികം മനോവിഷമം ഉണ്ടാക്കി, മനസ്സാവാച കർമ്മണ ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും അത്. ഓക്കെ, ഒരു പക്ഷേ ഞാൻ പറയുന്നതാണ്, ഒരു പക്ഷേ ആൾക്കാർ തട്ടിയ സമയത്ത് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കറിയാൻ പറ്റും ഒരാളുടെ ദേഹത്ത് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്ത സമയത്ത് അയാൾ നോക്കിയിട്ടുണ്ട്, അത് അയാൾക്ക് മനസ്സിലായും ചെയ്തിട്ടുണ്ട്. അയാൾ വീണ്ടും അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒന്ന് പതറിയിട്ട് പോകുന്നതായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പതറി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അത് ഇന്റൻഷനലി ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു മനുഷ്യനാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ ഇവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ അറിയാതെ ഇന്റൻഷനലി, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ, അയാൾ തട്ടിപ്പോയിരിക്കാം. അത്രേ എനിക്ക് അതിനകത്ത് എന്താ പറയാനുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള അദ്ദേഹം അയാളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയുന്ന ആ വിഷ്വൽസിൽ ഒരു തവണ പോലും അയാളുടെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല ഈ ഒരു കാര്യം നടത്താൻ വേണ്ടി. ഒരു തവണ പോലും, അതിലൊരു സെക്കൻഡ് പോലും, അല്ലെങ്കിൽ ഒരു മൈക്രോ ഫ്രാക്ഷൻ പോലും അയാളുടെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വ്യക്തിന്റെ കുടുംബം ഒക്കെ പോയിരിക്കുകയാണ്. കാരണം ആ കുടുംബത്തിന് ഇനി ആരുണ്ട്? ആലോചിച്ച് നോക്കൂ. എന്താണ് ഒരു വൃത്തികെട്ട ഈ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കുടുംബത്തെ അവർ കടന്നു പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ അദ്ദേഹത്തിന്റെ കുടുംബം കടന്നു പോകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ആത്മഹത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന് വേണ്ടിയിട്ട് അയാൾ അത്രയധികം മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ആരാണ് ഇവിടെ ഉത്തരം പറയേണ്ടത്? ഇതൊക്കെ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ഇങ്ങനെയുള്ള വ്യക്തികളെ പബ്ലിക്കില്, ഇങ്ങനെയുള്ള വ്യക്തികൾ കാണിച്ചു കൂട്ടുന്ന ഇതുപോലത്തെ തെണ്ടിത്തരത്തിന് കുട പിടിച്ചു കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, ഈ സ്ത്രീ വിചാരിച്ചിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആൾക്കാർ, കേരളത്തിലുള്ള ആണുങ്ങൾ മുഴുവൻ വിളയും പൊക്കി പിടിച്ച്, അല്ലെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വിളയും പൊക്കി പിടിച്ച് ഇവളാണ് ഹീറോ, വിളയെങ്കിൽ ഹീറോ ആക്കി ഒറ്റ ദിവസത്തിനുള്ളിൽ റീച്ച് ലക്ഷങ്ങൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെയും കൂട്ടാന്നുള്ളത്. പക്ഷെ അത് പാളിപ്പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടായിരിക്കണം. അതെടുക്കാൻ ധൈര്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. പെണ്ണായതുകൊണ്ട് പെണ്ണിനൊന്നും കാണിക്കുക എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ വെച്ച് നിൽക്കണം. കാരണം നമ്മളൊക്കെ ഇതിനകത്ത് ഭാവിയിൽ പെട്ടേക്കാം. ഇതുപോലത്തെ ഒരു പാവത്തിനെ പോലെ നമ്മൾ മനസ്സാവാച കർമ്മണ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെട്ടേക്കാം. എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇനി അറ്റ്ലീസ്റ്റ് കേരള ഗവൺമെന്റിനോട് കേരളത്തിലെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ഈ വ്യക്തിയെ ശിക്ഷിക്കേണ്ടത്. ഒരു തെളിവിന്റെയും വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പോലീസിന് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. അതിന്റെ കൂടുതലായിട്ട് എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് എൻഡ് ടു എൻഡ്, സെക്കൻഡ് ബൈ സെക്കൻഡ് വിവരിക്കാനൊക്കെ പറ്റും. കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതൊന്നും വിവരിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇത് കണ്ട ചോറ് തിന്നുന്ന, വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളത്. അതേപോലെ ഈ ഒരു വ്യക്തി കാണിച്ചിരിക്കുന്ന ഒരു തോന്നിവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് വേറെയും അവരുടെ ഈ സ്ത്രീ, ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഈ സ്ത്രീയുടെ പുറകിൽ വേറൊരു സ്ത്രീ ഉണ്ട്. അവരുടെ ഫേസും ലോകത്തുള്ള, അതായത് കേരളത്തിലുള്ള ആൾക്കാർ മുഴുവൻ കണ്ടു കഴിഞ്ഞു.
ഇല്ലേ? എന്താണ് സംഭവം? ശരിക്കും ഇവിടെ പ്രൈവസിക്ക് ഒരു പ്രാധാന്യമില്ല. ഒരു പബ്ലിക് ബസ്സിൽ, അതായത് ആൾക്കാർ മൊത്തം കയറുന്ന ഒരു ബസ്സിൽ കയറിയിട്ട് സ്വയം ഒരു വീഡിയോ എടുക്കുന്നു. അതിൻ്റെ അകത്ത് പ്രതികരിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മാനവും മര്യാദ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആ സമയത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണം. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ പണി പാളും. കാരണം അവൻ ചോദിക്കും എന്ത് മറ്റേടത്ത് വർത്തമാനങ്ങൾ പറയുന്നത് നോക്കും. ശരിയല്ലേ? പ്രതികരിക്കാതിരിക്കണം. പ്രതികരിച്ച് ഈ സാധനം മൂടി വെച്ചതിന് സോഷ്യൽ മീഡിയയിൽ ടീച്ചറാ എന്റെ മനം പോയേന്ന് വിളിച്ചു പറയലാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ഹാർഷായിട്ടാണ് പറയുന്നതെന്ന് എനിക്ക്, പക്ഷെ ഹാർഷായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന്റെ പുറകിലൊരു ഞാൻ പറഞ്ഞല്ലോ, ആ സ്ത്രീയുടെ ഫേസും അതുപോലെ മുഖവും എല്ലാവരും കണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതുപോലെ ഒന്നും ഒരു പബ്ലിക് ബസ് കയറിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ഫോണും പിടിച്ച്, ഫോണിന് ഒരു ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനി വാങ്ങിയ സമയത്ത് ഫോണിന്റെ ബാക്കിലും മുന്നിലും ക്യാമറ വെച്ചെന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ക്യാമറയും പിടിച്ച് നാട്ടുകാരെ മൊത്തം എടുക്കാനുള്ള അനുമതി ഒന്നും നിങ്ങൾക്കില്ല. കാരണം എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ആ ബസ്സിൽ ആ മുഖം ഈ വീഡിയോയിൽ കൂടെ പുറത്ത് കാണപ്പെട്ട എല്ലാവരും ഇവർക്കെതിരെ പരാതി കൊടുക്കണം. സ്വന്തം പ്രൈവസീനെ ലംഘിച്ചു എന്നും പറഞ്ഞിട്ട്. എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കേരളത്തിലെ ചെറുപ്പക്കാരോടും അതുപോലെ തന്നെ കാണാൻ കൊള്ളാവുന്ന ആൾക്കാരോടും അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരോടും, കാരണം പലർക്കും പല രീതിയിൽ നിങ്ങൾ ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് മാത്രമല്ല, എന്ത് സംഭവമാണെങ്കിലും, ജീപ്പിൽ പോകുന്നവരുണ്ടെങ്കിലും, പിന്നെ ബോട്ടിൽ പോകുന്നവരുണ്ടെങ്കിലും, ട്രെയിനിൽ പോകുന്നവരുണ്ടെങ്കിലും, ഈവൻ ഫ്ലൈറ്റിൽ പോകുന്നവരുണ്ടെങ്കിലും, ഏത് മീഡിയത്തിലായാലും തൊട്ടടുത്ത് പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വിട്ടിരിക്കുക. ഈവൻ നിങ്ങളുടെ കംഫർട്ട് സോൺ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ഇതാക്കേണ്ട. ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ വലിയ വിപത്തുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയമല്ലേ അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വളരെ ജാഗരൂകരായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കാരണം സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ, നാളെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയും വ്യൂസും ലൈക്കും റീച്ചും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം താറടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ മെനക്കെടരുത്. കാരണം ഇത് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പ്ലാൻ വരച്ച് മറ്റേ കഥ എഴുതി പ്ലാൻ ഉണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊപ്പം കൂടിയാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റിനോട് എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ വ്യക്തിയെ വെറുതെ വിടരുത്. പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും, എന്റെ ആട്ടെ, പക്ഷെ ഈ വ്യക്തിയെ വെറുതെ വിടരുത്. കാരണം ഇത് വലിയൊരു എസ്കലേഷനാണ്. കുടുംബത്തിനും അയാൾക്കും അയാൾ കടന്നുപോയ മാനസിക സംഘർഷത്തിനും ആ നിമിഷങ്ങളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു. ആത്മഹത്യയിലേക്ക് അയാൾ നയിച്ചിരുന്ന നിമിഷങ്ങൾ അത് നമുക്ക് വന്നിരുന്നെങ്കിൽ എന്നാലോചിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ഭീകരമായിട്ടുള്ള ആ ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ അതൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങനെ പറയുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഇതുകൊണ്ടൊന്നും നന്നാവും എന്ന് എനിക്ക് 100% വിശ്വാസമൊന്നുമില്ല. പക്ഷേ ആരെങ്കിലും കേട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വിധേന ഇത് നന്നായി കിട്ടിയിരുന്നെങ്കിൽ എന്ന പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുന്നു.